രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഷാർക്കെ, അത് പാർട്ടിയുടെ തീരുമാനമാണോ, സോണിയാഗാന്ധി നേരിട്ടെടുക്കുന്ന ഒരു തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഹാഷ്മി, നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അവരത് പരസ്യമാക്കിയിട്ടില്ല. എന്നാൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നത് ആണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സംഘാടകരുമായി ബന്ധപ്പെട്ടും അതിന് അനുബന്ധമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മുൻ രീതിയിൽ ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സോണിയാഗാന്ധി നേരത്തെ അവരെ ക്ഷണിച്ച ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ക്ഷണിച്ചതിനോട് ഏതെങ്കിലും വിധത്തിലൊരു എതിരഭിപ്രായം പറഞ്ഞിരുന്നില്ല. മറിച്ച് പരമാവധി പങ്കെടുക്കാൻ താൻ ശ്രമിക്കും എന്നുള്ളതായിരുന്നു അവർ അന്ന് വന്ന് കണ്ട ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ചമ്പത് റായിയോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സംഘടനാപരമായിട്ടുള്ള നിലപാട് ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആ ക്ഷണം അവരാണ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന വിധത്തിലായിരുന്നു ആ നിലപാട്. ഇത് കൂടി കണക്കിലെടുത്തുകൊണ്ട് സോണിയാഗാന്ധി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സോണിയാഗാന്ധി 22-ാം തീയതി ചടങ്ങിൽ പങ്കെടുക്കും. കാരണം സോണിയാഗാന്ധിക്ക് ആ തീരുമാനമെടുക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളും സോണിയാഗാന്ധിക്ക് മുന്നിൽ ഉണ്ട്. കാരണം ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോണിയാഗാന്ധിയെ പോലും, പ്രത്യേകിച്ച് ഈ നെഹ്റു കുടുംബത്തെ പോലും രാഷ്ട്രീയമായിട്ടും ഒപ്പം വ്യക്തിപരമായിട്ടും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കും ഒക്കെ കാരണമാകും. കോൺഗ്രസിന് പോലും രാജീവ് ഗാന്ധിയുടെ 86-ലെ നടപടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചരിത്രപരമായ പല കാരണങ്ങൾ സോണിയാഗാന്ധി പങ്കെടുക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് അതിൻ്റെ ആലോചനയിലാണ്. സോണിയാഗാന്ധി ചിലപ്പോൾ പങ്കെടുത്തേക്കുമെന്ന് പറയുന്നത് അത് വ്യക്തിപരമാണെന്ന് പറയുന്നു. വ്യക്തിപരമായി ആർക്കും പോകാം എന്ന നിലപാടിലേക്ക്. എന്നാൽ പാർട്ടി ഔദ്യോഗികമായ ഒരു ഡെലിഗേറ്റ് സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നില്ല എന്നും കേൾക്കുന്നു.